ജനങ്ങൾ ജനങ്ങളുടെ ചരിത്രബോധത്തെ പരിഹസിക്കുന്നു എന്നൊക്കെ ചിലർ. വിരൂപാക്ഷ ക്ഷേത്രത്തിൽ തച്ചൻ്റെ അഗാധ പാണ്ഡിത്യത്തിൽ പൊതിഞ്ഞ ഒരു കുസൃതി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചാൽ ഒരു ശിവലിംഗം പണിതേക്കാം എന്ന് ശിവനോട് പ്രാർത്ഥിച്ചു. പ്രതിമകളുടെ പോലും കയ്യും തലയും മാറിടവും വെട്ടിമാറ്റിയ നരാധമന്മാരുടെ കയ്യിലകപ്പെട്ട വിജയനഗര സുന്ദരിമാരുടെ അവസ്ഥ ഓർത്ത് പരിതപിക്കാൻ കഴിയണം. അപ്പോൾ അതേക്കുറിച്ചാണ് പറയാനുള്ളത്. അന്ന് ഈ ജ്ഞാനപീഠ ജേതാവായ ശിവറാം കാരന്തൊക്കെ ഇത്തരം വികൃതമായ സംരക്ഷണ ശ്രമങ്ങൾക്കെതിരെ എതിർപ്പുമായി വന്നു. പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണ്. നമ്മൾ പറയാൻ വിട്ടുപോയ വിരൂപാക്ഷ ക്ഷേത്രം, ബടവലിംഗ ക്ഷേത്രം, ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എന്നിവ വളരെ ബ്രീഫായി പറയുന്നു. അതിനുശേഷം എങ്ങനെ ഹംപിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യാം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്ന് ഒരു ചെറിയ വിവരണം. പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് ഈ ഹംപിയിലെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പല പ്രശസ്തർക്കും ചില വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. ജനങ്ങളുടെ ചരിത്രബോധത്തെ പരിഹസിക്കുന്നു എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നു. അതിനെക്കുറിച്ച് വളരെ ചെറുതായി ഒന്ന് സംസാരിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. എല്ലാവർക്കും മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യ കർണാടകയിലെ 7-ാം നൂറ്റാണ്ടിലെ ശിവക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനു മുൻപ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. പമ്പാപതിയായി ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പുരാതന ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല എങ്കിലും കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രത്തിൽ പല പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നതിന് രേഖകളുണ്ട്. ഹംപിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. നൂറ്റാണ്ടുകളായി ഏറ്റവും പവിത്രമായ സങ്കേതമായി കണക്കാക്കപ്പെട്ടിരുന്നു. ചുറ്റുമുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ ഇത് കേടുപാടുകൾ കൂടാതെ ഇപ്പോഴും ആരാധനയ്ക്കായി ഉപയോഗിക്കപ്പെടുന്നു. തുംഗഭദ്ര നദിയുമായി ബന്ധപ്പെട്ട പ്രാദേശിക ദേവതയായ പമ്പാദേവിയുടെ പതി എന്ന നിലയിൽ വിരൂപാക്ഷ പമ്പാപതി എന്നറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ല തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള നളഗമപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഒരു വിരൂപാക്ഷിണി അമ്മ ക്ഷേത്രവും ഉണ്ട്. അതാണ് ഇതിൻ്റെ മാതൃദേവത എന്ന് കരുതപ്പെടുന്നു. നിലവിൽ പ്രധാന ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിൽ, 3 മുൻമുറികൾ, ഒരു തൂണുള്ള മണ്ഡപം, ഒരു തുറന്ന തൂണുള്ള ഹാൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതിലോലമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്തംഭം, പ്രവേശന കവാടങ്ങൾ, നടുമുറ്റങ്ങൾ, ചെറിയ ആരാധനാലയങ്ങൾ, മറ്റു ഘടനകൾ എന്നിവയും ക്ഷേത്രത്തിലുണ്ട്. അനേകം ഉപദേവതാലയങ്ങൾ അടങ്ങുന്ന പുറത്തെ പ്രാകാരത്തിലേക്ക് ഇത് പ്രവേശനം നൽകുന്നു. ക്ഷേത്രത്തിന് പുറത്ത് ഉത്സവം നടക്കുന്നിടവും പ്രധാന മാർക്കറ്റും ഇവിടെയായിരുന്നു. മാർക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. വിരൂപാക്ഷ ക്ഷേത്രത്തിൽ തച്ചൻ്റെ അഗാധ പാണ്ഡിത്യത്തിൽ പൊതിഞ്ഞ ഒരു കുസൃതി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അന്നത്തെ ശില്പികളുടെ ശാസ്ത്രബോധത്തെ വെളിവാക്കുന്നതാണ് അത്. ഒരു പിൻ ഹോളിലൂടെ കടത്തിവിടുന്ന പ്രകാശം മുൻവശത്തെ ടവറിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ക്ഷേത്രഭിത്തിയിൽ പതിപ്പിക്കുന്ന ഒരു അസുലഭ ദൃശ്യം. അത് കാണാതെ നിങ്ങൾ പോരരുത്. ഫോട്ടോഗ്രാഫിയുടെ ഈ പ്രാഥമിക തത്വത്തെക്കുറിച്ചുള്ള അറിവ് അന്നത്തെ ശില്പികൾക്കുണ്ടായിരുന്നു എന്നത് വളരെ അത്ഭുതമുളവാക്കുന്ന വസ്തുതയാണ്. ഒരു കാലത്ത് ചൈനയിൽ നിന്നും, അറേബ്യയിൽ നിന്നും, പേർഷ്യയിൽ നിന്നും ഉള്ള വ്യാപാരികൾ സ്വർണവും വൈഡൂര്യവും കച്ചവടം നടത്തിയിരുന്ന മാർക്കറ്റാണ് ഈ തകർന്നു കിടക്കുന്നത്.
നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ള യാത്ര തുടരുകയാണ്. ഹംപിയിലെത്തുന്ന സഞ്ചാരികൾക്കിടയിൽ വളരെ പ്രശസ്തമായ ഒരു നിർമ്മിതിയാണ് ശ്രീ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം. യോഗ നരസിംഹ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. .7 മീറ്ററിൽ ഒറ്റക്കല്ലിൽ കൊത്തിയ നരസിംഹമൂർത്തിയുടെ പ്രതിമ വളരെ വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. വിവാദങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാന സെക്ഷനിൽ ഞാൻ പറയാം. പക്ഷേ ഇത് വളരെ ഉയരമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയ ഒരു നരസിംഹ പ്രതിമയാണ്. 1528 നിർമ്മാണം പൂർത്തിയായ പ്രതിമ യഥാർത്ഥത്തിൽ നരസിംഹമൂർത്തിയുടെ മടിയിൽ ലക്ഷ്മീദേവി ഇരിക്കുന്ന രീതിയിലാണ് അത്ര നിർമ്മിച്ചിരുന്നത്. ഇന്ന് പക്ഷേ നരസിംഹമൂർത്തി മാത്രമേ ഇവിടെയുള്ളൂ. ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി എല്ലാ സമയവും വെള്ളത്തിൽ പകുതി മുങ്ങിക്കിടക്കുന്ന ശിവലിംഗമുള്ള ഒരു മനോഹര ക്ഷേത്രമാണ് ബടവലിംഗ ക്ഷേത്രം. ബടവ എന്നാൽ പാവപ്പെട്ടവൻ നിർമ്മിച്ച എന്നാണ് അർത്ഥം. ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചാൽ ഒരു ശിവലിംഗം പണിതേക്കാം എന്ന് ശിവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ശിവാനുഗ്രഹത്താൽ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിച്ചപ്പോൾ അദ്ദേഹം പണിത ശിവലിംഗമാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ആദ്യമേ പറയാം. നിങ്ങൾ ഊട്ടിയിലേക്കോ ഗോവയിലേക്കോ കൊടൈക്കനാലിലേക്കോ ഒന്നും പോകുന്ന മനസ്സോടെ ഒരിക്കലും ഹംപിയിലേക്ക് പോകാൻ കഴിയില്ല. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സുമായി വേണം പോകാൻ. ഉള്ളിലുള്ള ചരിത്രബോധത്തെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് വേണം പോകാൻ. ഉദാഹരണമായി തുംഗഭദ്രാതീരത്തെ കല്ലുകൾ വിരിച്ച പാതയിൽ നിൽക്കുമ്പോൾ കമ്പഭൂപൻ്റെ രഥചക്രമുരുളുന്ന ശബ്ദം കേൾക്കണം. മാതംഗമലയിൽ നിന്ന് സൂര്യാസ്തമയം കാണുമ്പോൾ അന്തിമാനച്ചുവപ്പിന് വിജയനഗര വീരന്മാരുടെ ചോരയുടെ നിറമാണെന്നറിയണം. അച്യുതരായ ക്ഷേത്രത്തിൻ്റെ മുൻപിലെ പുൽത്തകിടിയിൽ മലർന്നു കിടക്കുമ്പോൾ വീരാംഗനമാരുടെ കുതിരക്കുളമ്പടി ഒച്ചകൾ കാതിൽ പതിയണം. ക്വീൻസ് ബാത്തിൽ നിന്നും രാജകുമാരിമാരുടെ ജലക്കേളി വിനോദങ്ങളുടെ ഒച്ച കേൾക്കണം. മഹാനവമി ഡിബയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പൂഴിവാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര പുരുഷാരത്തെ ഉൾക്കണ്ണിൽ കാണാൻ കഴിയണം. തകർച്ചയുടെ അവശിഷ്ടങ്ങളിൽ നിൽക്കുമ്പോൾ കൽപ്രതിമകളുടെ പോലും കയ്യും തലയും മാറിടവും വെട്ടിമാറ്റിയ നരാധമന്മാരുടെ കയ്യിലകപ്പെട്ട വിജയനഗര സുന്ദരിമാരുടെ അവസ്ഥ ഓർത്ത് പരിതപിക്കാൻ കഴിയണം. അത്രയെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും യാത്രയ്ക്ക് തുടക്കമിടാം. അല്ലെങ്കിൽ ചുവന്ന മണ്ണുള്ള പീഠഭൂമിയും കുറേ ഉരുളൻ കല്ലുകളും മാത്രം കണ്ട് കുറേ കൽക്കഷ്ണങ്ങളും കണ്ട് ഒരു വ്യർത്ഥയാത്ര തീർത്ത് നിങ്ങൾ തിരിച്ചു പോരും. തൃശ്ശൂരിനും തെക്കുള്ളവർ ബാംഗ്ലൂരിലേക്കും നോർത്ത് കേരളയിലുള്ളവർ മൈസൂരിലേക്കും യാത്ര ചെയ്ത് അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഓടുന്ന ഒരുപാട് ട്രെയിനുകളുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 10 മണിക്ക് പുറപ്പെടുന്ന ഹംപി എക്സ്പ്രസ് 16592 ആണ് ദിവസേന ഉള്ള ട്രെയിൻ. അത് 7 മണി 10 മിനിറ്റിന് ഹോസ്പിറ്റലിലെത്തും. 350 കിലോമീറ്ററാണ് ബാംഗ്ലൂരിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം, റോഡ് ഡിസ്റ്റൻസ്. കെമ്പഗൌഡ സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ്സുകൾ കിട്ടും. ഹംപിയിൽ ഇറങ്ങാവുന്നതും ഹോസ്പിറ്റൽ വഴി പോകുന്നതും ഉണ്ട്. സെമി സ്ലീപ്പർ ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ധാരാളമുണ്ട്.
ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഹംപിയിൽ ചിലവഴിക്കാൻ തയ്യാറായി വേണം പോകാൻ. ഒരല്പം ഷോപ്പിങ്ങും സായാഹ്ന വിനോദങ്ങളുമൊക്കെ താല്പര്യമുള്ളവർ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അവിടെ സാമാന്യം നല്ലൊരു ടൗണാണത്. അല്ലാത്തവർക്ക് ഹംപിയിലും താമസ സൗകര്യങ്ങളും ഹോം സ്റ്റേകളും എല്ലാം ഉണ്ട്. പൂർണ്ണസമയവും ഹംപിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഹംപിയിൽ താമസിക്കുകയും ചെയ്യാം. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഹോസ്പിറ്റലും ഹംപിയും തമ്മിൽ. വാടകയ്ക്ക് സൈക്കിളുകളും ആയിട്ടും വിത്ത് ഡ്രൈവർ ആയിട്ടും വാഹനങ്ങൾ വാടകയ്ക്ക് ധാരാളം കിട്ടും. സ്കൂട്ടറുകളും കാറുകളും ദിവസവാടകയ്ക്ക് കിട്ടുന്ന ധാരാളം ഇടങ്ങൾ ഹംപിയിലും ഹോസ്പിറ്റലുമുണ്ട്. ഹംപി സന്ദർശനം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഹസൻ വഴി മടക്കമാക്കിയാൽ ബേലൂർ, ഹാലേബിഡു, ശ്രാവണബലഗുള എന്നീ സ്ഥലങ്ങൾ കൂടി കാണാം. ഹസനിൽ നിന്ന് ഏകദേശം 149 കിലോമീറ്റർ മൈസൂരിലേക്കുള്ളൂ. ഹംപിയിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അത് പുനർനിർമ്മാണമായാലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായാലും ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു വീഡിയോ ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അതിൽ ഒരു കാര്യം മാത്രം ഇപ്പോൾ പ്രസ്താവിക്കാം. ഈ യോഗ നരസിംഹത്തെക്കുറിച്ച് ഉള്ള ഒരു വിവാദത്തെക്കുറിച്ച് മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം. നേരത്തെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഈ യോഗ നരസിംഹം, ലക്ഷ്മി നരസിംഹം എന്ന പേര് വരാൻ കാരണം ഈ നരസിംഹത്തിൻ്റെ മടിയിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു ലക്ഷ്മി ദേവിയും ഉണ്ടായിരുന്നു എന്ന്. ആ ലക്ഷ്മി ദേവിയെ തകർത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഈ 1980കളിലൊക്കെ ഈ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ കൂട്ടി ഒട്ടിച്ച് കോൺക്രീറ്റും ചേർത്ത് രണ്ടാമത് ഇത് പുതുക്കിയെടുക്കാനുള്ള ഒരു പരിപാടി നടത്തി. അത് ആ കാലത്ത് വളരെ വിവാദമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചാണ് പറയാനുള്ളത്. അന്ന് ഈ ജ്ഞാനപീഠ ജേതാവായ ശിവറാം കാരന്തൊക്കെ ഇത്തരം വികൃതമായ സംരക്ഷണ ശ്രമങ്ങൾക്കെതിരെ എതിർപ്പുമായി വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഈ പഴയ കാലത്തെ അക്രമങ്ങളെ എല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കോൺക്രീറ്റും സിമെൻറ്റും ഒക്കെ വെച്ചിട്ട് ശരിയാക്കിയെടുത്ത് ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് മനുഷ്യരെ പറ്റിക്കുന്നതിന് തുല്യമാണ്, മനുഷ്യൻ്റെ ഈ ചരിത്രബോധത്തെ തന്നെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അന്ന് പലരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അന്നത്തെ ആ പുനർനിർമ്മാണ ശ്രമങ്ങളെല്ലാം പിന്നീട് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വിഗ്രഹത്തിൽ ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ വിവാദത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. ഇതെല്ലാം പുനർനിർമ്മിച്ച് പഴയ പോലെ ആക്കി വയ്ക്കുകയാണോ വേണ്ടത്, അതോ ഈ റൂയിൻസ്, ഈ ചരിത്രത്തിൽ സംഭവിച്ച എന്താണെന്ന് ശരിയായ ഒരു അടയാളപ്പെടുത്തലായി ഈ റൂയിൻസ് അതേപോലെ നിർത്തുകയാണോ വേണ്ടത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അപേക്ഷ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സമാന മനസ്കരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.